ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെ അവസാനം നടന്നിരിക്കുകയാണ്. മനാഫ് പൂർണ്ണമായി തന്നെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൊഴികൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണോ മനാഫ് നേരത്തെ തൻ്റെ യൂട്യൂബിലൂടെയും മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തിയത്, അതിന് വിപരീതമായാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ മനാഫ് ഇത്തരം മൊഴി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചിന്നയ്യയുമായി ബന്ധപ്പെട്ടാണ്. ചിന്നയ്യ നൽകിയ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ തെറ്റാണെന്നും അതിനെ തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു എന്നും സുജാത ഭട്ടിന്റെ ഈ മൊഴികൾ താൻ വിശ്വസിച്ചു എന്ന രീതിയിലുള്ള മൊഴികളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം എന്തായാലും മനാഫിന് ഇനിയുള്ള കാലം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഉടുപ്പി പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസിന്റെ രീതി വെച്ച് അത് തെളിയുകയാണെങ്കിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയും അതോടൊപ്പം തന്നെ മൂകാംബികയും തകർക്കാനുള്ള ശ്രമത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായി മനാഫ് പ്രവർത്തിച്ചുവെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരം പ്രചരണങ്ങൾ നടത്തിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയായി വന്നത് മനാഫിന്റെ ഒരു കഴിവ് കൊണ്ടാണ്. കർണാടകയിൽ ചർച്ചയാകും മുൻപ് തന്നെ ചിന്നയ്യ എന്നൊരു വ്യക്തി ഈ താൻ 100-ലധികം സ്ത്രീകളെ യുവതികളെ ഈ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം കൃത്യമായി തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെ കർണാടകയിൽ എത്തിച്ച് മനാഫിന്റെ നീക്കമായിരുന്നു ഇത് വലിയ രീതിയിൽ വാർത്തയാക്കിയത്. പിന്നെയാണ് അത് കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ അന്വേഷണം നടത്തുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്താൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ചിന്നയ്യയുടെ വാക്കുകേട്ട് ആ പ്രദേശങ്ങൾ എവിടെയാണോ ചിന്നയ്യ പറഞ്ഞ ആ പ്രദേശങ്ങൾ മുഴുവൻ കുഴിക്കുകയും അവിടെ ഇത്തരം മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്ത് പക്ഷേ ഒറ്റ മൃതദേഹം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഒന്ന് ലഭിച്ചു എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ മൃതദേഹമല്ല, അസ്ഥികൂടമല്ല, അത് പുരുഷന്റേതായിരുന്നു. അന്ന് തൊട്ടാണ് ഈ കേസിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകുന്നത്. ചിന്നയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അന്വേഷണം നടത്തുന്നു. അദ്ദേഹം പറയുകയാണ് ചിലർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ മനാഫ് വീണ്ടും മലക്കം മറിയുകയാണ്. ഈ ചിന്നയ്യയെ കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് അവിടുത്തെ ഈ മരണപ്പെട്ടവർക്ക് നീതി വാങ്ങി കൊടുക്കണമെന്ന് അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇരുന്ന് സംസാരിക്കുന്നത് നാം കേട്ടതാണ്. എന്തായാലും അവസാന ഘട്ടം ഇനി അദ്ദേഹത്തിന് ജയിലിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ്. ഇതിൽ ഒരു മാറ്റം ഉണ്ടായപ്പോൾ തന്നെ ഇദ്ദേഹം പന്തികേട് മണത്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. തുടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതോ ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തിയാലും ഇതിനു വേണ്ടി പോരാടും, ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കും, അവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കും. ഈ കേരളത്തിൽ തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ കഴിയാത്ത മനാഫ് എന്ന ലോറി ഉടമ അന്ന് തന്നെ അറിയാം അർജുന്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ എങ്ങനെ ഇമേജ് ഉണ്ടാക്കാം, താനെന്ന ഒരു മനാഫ് എന്ന നന്മമരമായി രൂപപ്പെടാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ ഭാഗമായിരുന്നു അന്ന് ഇത്തരത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അർജുന്റെ കുടുംബം രംഗത്ത് വന്നപ്പോൾ മലബാറിലെ ചില വിഭാഗങ്ങൾ ആ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുകയാണ്. അദ്ദേഹം അതിൽ അർജുന്റെ അളിയൻ വന്ന് ഈ അദ്ദേഹത്തിന് സംഘപരിവാറിന്റെ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എന്തെല്ലാം സൈബർ ആക്രമണമായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ ആ സൈബർ ആക്രമണത്തോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ചാനലിൽ വലിയ പിന്തുണ നൽകി. അതെന്തായാലും അന്നേ പലരും പറഞ്ഞിരുന്നതാണ് മനാഫ് അങ്ങനെ ഒരു നന്മ മരമല്ല, അദ്ദേഹത്തിന് തൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്, അത് വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന്. പിന്നീട് അതിന്റെ ഒരു തുടർച്ചയായിരുന്നു അദ്ദേഹം വീണ്ടും കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്രം ലക്ഷ്യമിട്ട് അത് തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷെ അത് പൂർണ്ണമായി പാളിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ സർക്കാരാണ്. കോൺഗ്രസിന്റെ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ നമുക്കറിയാം ഒരു ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് പോലും ഇത്തരം നീക്കങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഗൂഢാലോചനയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മനാഫിനോട് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് കൃത്യമായ അന്വേഷണം നടന്നത്. അന്വേഷണത്തിൽ ഇത്തരം ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും മനാഫിന്റെ പേരിൽ കൃത്യമായി തന്നെ ഉടുപ്പി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കൃത്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി അത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കേരളത്തിൽ ഇത്തരം പരിപാടികൾ നിരന്തരം നടക്കും. അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം. ഹമാസിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ, ഹമാസിന്റെ നേതാക്കൾ മരിക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലാണ് ദുഃഖാചരണവും വലിയ രീതിയിലുള്ള വിഷമങ്ങളും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എന്തെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ, ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം കേരളത്തിൽ നടത്താൻ കഴിയും. എന്തായാലും അദ്ദേഹം കേരളത്തിൽ നിന്നും അതിർത്തി മാറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മറുഭാഗത്ത് പോയപ്പോൾ അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരുന്നത് സ്നേഹത്തിന്റെ കടയായ കോൺഗ്രസ് ആണോ അവിടെ ഭരിക്കുന്നത്, അതിന്റെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ എന്തായാലും 8ന്റെ പണിയാണ്
മനാഫിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഉണ്ടാകും അദ്ദേഹത്തിന്റെ മൊഴിയെക്കുറിച്ചും. എന്തായാലും ഈ യൂട്യൂബിൽ അദ്ദേഹം പല വീഡിയോകളും ചെയ്തിരുന്നല്ലോ. ഈ അവസാന ഘട്ടം മുതൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം എന്തെല്ലാമായിരുന്നു പ്രതികരണം. ഇപ്പോൾ അതിനെ മുഴുവൻ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ താൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, യൂട്യൂബിൽ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് അവസാന ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുകയാണ്, ഞാൻ കില്ലാടിയാണ്, അതോടൊപ്പം തന്നെ ഞാൻ വേറെ ആളാണെന്ന രീതിയിൽ പല ചർച്ചകളിലും അദ്ദേഹം പറഞ്ഞു. ഇനി എന്തായാലും അത് കർണാടകയിലെ കോടതികളിലും അതോടൊപ്പം തന്നെ ജയിലിലും ഇരുന്ന് പറയാനുള്ള ഒരു അവസരമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അത് തകർക്കപ്പെടേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു. ആ ക്ഷേത്രം ആ പ്രദേശത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കേന്ദ്രമാണ്. നാം ഭൂരിപക്ഷ സമുദായവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഐക്യം ഒരിക്കലും കാണാറില്ല. ഈ മറ്റു മതങ്ങളെ അഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ ഐക്യം രൂപപ്പെടുന്നതും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഐക്യവും മറ്റ് ഐക്യങ്ങൾ രൂപപ്പെടുന്നത് ആ ക്ഷേത്രങ്ങൾ അല്ലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കേന്ദ്രം നിലവിലില്ല. മറിച്ച് ഈ ധർമ്മസ്ഥലയിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. അവിടെ അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ധർമ്മസ്ഥല തകർക്കപ്പെടേണ്ടത് പലരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരും ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോൾ സംശയം പ്രകടിപ്പിച്ചത്. ഈ ക്ഷേത്രം തകർക്കപ്പെടേണ്ടത് പലരുടെ ലക്ഷ്യമാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് പലരും ആവശ്യപ്പെടുകയും അതിന് അനുകൂലമായി സിദ്ധരാമയ്യ അതിനെതിരായി നിന്നെങ്കിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അതിന് കൃത്യമായി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നു. ആ അന്വേഷണത്തിലേക്ക് കടന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു തെളിവുകളും അതോടൊപ്പം തന്നെ മനാഫ് അടക്കമുള്ള നന്മ മരങ്ങളുടെ ഗൂഢാലോചനയുടെ തെളിവുകളും പുറത്തു വരുന്നത്. അല്ലാത്ത പക്ഷം നോക്കിക്കോളൂ, എന്ത് ചർച്ചയായിരുന്നു കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രത്യേകം പറയുകയാണ്, അവിടെ ധർമ്മസ്ഥലയ്ക്ക് വേണ്ടി ഞാൻ 5 മാസമായി പ്രവർത്തിക്കുകയാണ്, അവിടെ നീതി വാങ്ങിക്കൊടുക്കാനായി ഞാൻ 5 മാസമായി പ്രവർത്തിക്കുന്നു, അവരുടെ ആ നാട്ടിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഞാൻ നീതി വാങ്ങിക്കൊടുക്കുമെന്ന്. ഇദ്ദേഹം താമസിക്കുന്ന മലബാർ മേഖലയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, അവിടെ ഈ വീട്ടിൽ പ്രസവവും അതോടൊപ്പം തന്നെ ഈ മതം മാറി അതോടൊപ്പം തന്നെ ഈ IS ഉൾപ്പെടെ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് നേതാവായ P. ജയരാജൻ തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടില്ലേ. കണ്ണൂരിലും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും IS ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലും പോയി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ P. ജയരാജൻ പറഞ്ഞ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത മനാഫാണ് അങ്ങ് കർണാടകയിൽ പോയി സേവന പ്രവർത്തനങ്ങളും മറ്റൊരു മതത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായി തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇനി എന്തായാലും അദ്ദേഹത്തിന് അവിടെ കൂടുതൽ സമയം കിട്ടുമല്ലോ, അദ്ദേഹം ലോറി ഉടമയാണ്, മറ്റ് ബിസിനസ്സുകളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സമയ ലഭ്യത കുറവായിരിക്കും. ഇനി അത് എന്തായാലും ജയിലിലേക്ക് കടക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സമയം ലഭിക്കും. കൂടുതൽ സമയം ലഭിക്കുമ്പോൾ തന്നെ അത്തരം സേവന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം, മറ്റ് സമുദായത്തിന്റെ സേവന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. എന്തായാലും കർണാടക പോലീസ് രണ്ടും കൽപ്പിച്ചാണ് ചിന്നയെയും അതോടൊപ്പം തന്നെ സുജാത ഭട്ടും മനാഫും അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തി. യൂട്യൂബർമാർ അവർക്ക് അനുകൂലമായി പ്രവർത്തിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ജയിലുകൾ തയ്യാറാകുകയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു. ആ ധർമ്മസ്ഥലയിൽ നടന്ന ഗൂഢാലോചന പൂർണ്ണമായി തന്നെ തകർന്നിരിക്കുന്നു. അതിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മനാഫിന് ജയിലറ ഒരുങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.